എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈസി ആൻഡ് ടേസ്റ്റി പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതും തേങ്ങയൊന്നും അരയ്ക്കാത്ത മഞ്ഞ പരിപ്പ് കറി. അപ്പോൾ ആദ്യം തന്നെ എന്താ ആവശ്യം നോക്കാം. 2 പച്ചമുളക് കുഞ്ഞിതായിട്ട് അരിഞ്ഞത് വേണം, 2 വെളുത്തുള്ളി കുഞ്ഞിതായിട്ട് അരിയണം, പിന്നെ സവോളയ്ക്ക് പകരം വെളുത്തുള്ളി അല്ല കേട്ടോ, ഉള്ളിക്ക് പകരം ഞാൻ സവോളയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിൽ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് സവോള എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 4 കഷ്ണം ഉള്ളി, കുറച്ച് ജീരകം, ആവശ്യത്തിന് കറിവേപ്പില. ആദ്യം തന്നെ പരിപ്പ് നന്നായി കഴുകിയതിന് ശേഷം ഉപ്പും വെള്ളവും ഇട്ട് 2 വിസിൽ വേവിക്കാൻ വെക്കാം. വെന്തതിന് ശേഷം നന്നായിട്ട് ഉടച്ച് കൊടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നല്ല കൊഴുപ്പിൽ നമുക്ക് പരിപ്പ് കിട്ടും. അതിനുശേഷം ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പം കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പം പൊട്ടട്ടെ. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഗ്രേറ്റ് ഹാപ്പിനെസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ഒരുമിച്ചിട്ട് കൊടുത്താൽ ജീരകം പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ജീരകം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പം ജീരകം ഞാൻ ഇട്ട് കൊടുത്തു. ജീരകം കണ്ടില്ലേ, ഇട്ടപ്പം തന്നെ നന്നായിട്ട് അങ്ങോട്ട് വന്നു. അപ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നന്നായി കണ്ടില്ലേ, നമ്മൾ നൈസായിട്ട് അരിഞ്ഞത് കൊണ്ടാണ് ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഗോൾഡൻ കളർ ആകുന്നത്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി അല്ല കേട്ടോ, സവോള. നിങ്ങളുടെ കയ്യിൽ ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഇടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാകും. അപ്പം നമ്മുടെ സവോള പെട്ടെന്ന് അങ്ങോട്ട് വറുത്ത് ബ്രൗൺ കളർ വരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. അതെല്ലാവർക്കും അറിയാമല്ലോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തു, പെട്ടെന്ന് അങ്ങോട്ട് ബ്രൗൺ കളർ ആകാൻ വേണ്ടി. അപ്പം ഇട്ടപ്പോൾ തന്നെ കണ്ടില്ലേ, ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് സൈഡിലായിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ കണ്ടില്ലേ, നന്നായിട്ട് മുരിഞ്ഞു വന്നു. ഇനി നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് വേണം പച്ചമുളക് ഇട്ട് കൊടുക്കാൻ. നമ്മളിതിൽ മുളക് പൊടി ഇടുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്തൊരു എരിവ് വേണം അതിനനുസരിച്ചുള്ള പച്ചമുളക് നിങ്ങൾക്ക് ചേർക്കാം. നിങ്ങൾക്ക് ഒട്ടും എരിവും പാടില്ലെങ്കിൽ ഒരു പച്ചമുളക് ഇടുക. അതിനുശേഷം നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ നമ്മുടെ മെയിൻ സാധനമായ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇല്ലാതെ നമ്മുടെ മലയാളീസിന് എന്തായാലും കറി. അപ്പോൾ നന്നായിട്ടിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക. ആദ്യം നമ്മുടെ കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലാട്ടോ. അപ്പോൾ നല്ല സ്മെല്ല് നമ്മുടെ പരിപ്പ് കറിയിലേക്കും കിട്ടും. ഇതുപോലെ ഒന്ന് കറിവേപ്പില ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം അപ്പോൾ നന്നായിട്ട് തണ്ടല്ലേ കറുമുറ പോലെ നമ്മുടെ കറിവേപ്പില. നമുക്കിനി നമ്മുടെ പരിപ്പിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പരിപ്പിനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, പരിപ്പൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഉപ്പ് ആവശ്യമുണ്ട്, എന്താ നമുക്ക് ആവശ്യമുള്ളത് അതുപോലെ ഇട്ട് കൊടുക്കണം. ഞാൻ ഓൾറെഡി പരിപ്പ് വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പം സവോള വാട്ടിയപ്പോഴും നമ്മൾ ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ ഓൾറെഡി ഇതിന് ഉപ്പുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഒരു തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ടേസ്റ്റി ആൻഡ് സിമ്പിൾ പരിപ്പ് കറിയാണ്. ഇതിന് ഓൺലി 5 മിനിറ്റ്സേ എടുക്കുകയുള്ളൂ. അതുപോലെ ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.